ഈ ലോകം വ്യാജ തങ്ങന്മാർ, വ്യാജ സിദ്ധന്മാർ, വ്യാജ പണ്ഡിതന്മാർ, വ്യാജ ഡോക്ടർമാർ, ഇതൊക്കെ ഒരുപാട് വ്യാജമിറങ്ങുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോ നമ്മൾ താമസിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് പറയുന്നു, വെക്കുന്നു ഒരു വ്യാജ മുസ്ലിമിന്റെ കഥ. ആ വ്യാജ മുസ്ലിം ആരാണ് എന്ന് അള്ളാഹു അക്കമിട്ട് നിരത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു വ്യാജ മുസ്ലിമിനെ നിങ്ങൾക്കറിയുമോ നബിയെ എന്ന് പറഞ്ഞാൽ പരലോകത്തെ കളവാക്കുന്ന, അതാണല്ലോ വ്യാജൻ എന്ന് പറയുന്നത്. യാഥാർത്ഥ്യത്തെ കളവാക്കുന്നതാണ്, അതാണ് വ്യാജൻ എന്ന് പറയുന്നത്. പണ്ടൊക്കെ പറയാറുണ്ട്, നമുക്ക് നാസർ സാഹിബിനെ അറിയാൻ കഴിയും, മേഡിൻ കുന്നംകുളം എന്ന് പറയാറുണ്ട്. മേഡിൻ കുന്നംകുളം എന്ന് പറഞ്ഞാൽ അവിടെ നിറങ്ങുന്ന എല്ലാം കോപ്പിയാണ്. തിരുവനന്തപുരത്തുകാർക്കറിയാം, പ്രത്യേകിച്ച് അധ്യക്ഷൻ ഭീമാപ്പള്ളിക്കാരനാണ്. അപ്പോ ഭീമാപ്പള്ളിയിൽ കിട്ടാത്ത സാധനങ്ങളില്ല, തിരൂര് കിട്ടാത്ത സാധനങ്ങളില്ല. യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ ഡൂപ്പ് എന്താണ്, ഒറിജിനൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വ്യാജ മുസ്ലിമിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. നബിയെ, ഒരു വ്യാജ മുസ്ലിമിനെ നിങ്ങൾക്കറിയുമോ? ആ വ്യാജ മുസ്ലിമിന്റെ മേൽവിലാസം വിശുദ്ധ ഖുർആൻ ആരംഭപ്പോവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോതി കൊടുക്കുകയാണ്. ആരാണത്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. ഫദാലികല്ലദീ യദ്ഉൽ യതീം. അനാഥനെ ഒഴിവാക്കുന്നവൻ, അനാഥനെ തള്ളിപ്പറയുന്നവൻ, അനാഥന് പരിഗണന കൊടുക്കാത്തവൻ. അനാഥൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ അനാഥത്വത്തിന്റെ സങ്കടം പേര് ജീവിച്ച ഒരു മനുഷ്യരാണ്. നമുക്കറിയാലോ, ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് വാപ്പയില്ല. വാപ്പ മരണപ്പെട്ട് അതിനുശേഷം 6 മാസം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ 2 മാസം ഉമ്മയുടെ ഉദരത്തിൽ 2-ാം മാസം എത്തുമ്പോഴാണ് അബ്ദുള്ള എന്നവർ ഈ ലോകത്തോട് വിട പറയുന്നത്. വാപ്പയില്ലാതെ ജനിച്ചു. ആ പ്രിയപ്പെട്ട മകന് പിന്നെ താങ്ങും തണലും ഉമ്മയാണ്. ആ ഉമ്മ 6-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു. 6-ാമത്തെ വയസ്സിൽ വാപ്പയില്ലാതെ ജനിച്ച മകൻ 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെടുന്നു. ആകെയുള്ള ഒരു തുണ. അതിനുശേഷം പിതൃവനായ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുക്കുന്നു. അബ്ദുൽ മുത്തലിബ് എന്നവരും മരണപ്പെടുന്നു. അബ്ദുൽ മുത്തലിബ് എന്നവർ മരണപ്പെടുമ്പോൾ വീണ്ടും അനാഥരാകുന്നു. ആ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ആ വേർപാടിൽ അനാഥത്വം പേറി കഴിയുന്ന പ്രവാചകന് സലാമത്വം നൽകിക്കൊണ്ട് അബൂ താലിബ് എന്നവർ ഏറ്റെടുക്കുന്നു. അബൂ താലിബ് എന്നവരുടെ സംരക്ഷണയിൽ കഴിയുമ്പോ ഖദീജ ബീവി ഇരട്ടി മധുരം എന്നുള്ളത് പോലെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നു. രണ്ടുപേരും റസൂലുള്ളാഹി തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു. അവിടെയും അനാഥത്വം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലിന്റെ വേദന പ്രവാചകൻ തിരിച്ചറിയുന്നു. പിന്നീട് ആ വേദന മാറ്റിക്കൊടുക്കാൻ അള്ളാഹു ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ആ ദുഃഖവർഷത്തിൽ 50-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് ഇതാ ഞാനുണ്ട്, നിങ്ങൾക്ക് വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാനസികമായി നിങ്ങളെ തളർന്നു പോകുമ്പോ, അതാണല്ലോ ഒരു അനാഥനെ സംബന്ധിച്ചിടത്തോളം ആരും ഇല്ലാതിരിക്കുക എന്നതാണല്ലോ ഒരു അനാഥന്റെ ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ നിങ്ങൾ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വ്യാപൃതനാകണം. നമസ്കാരം നിങ്ങൾക്ക് സനാതത്വം നൽകുമെന്ന് പറഞ്ഞ് 51-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന് എല്ലാവരും നഷ്ടപ്പെട്ട് ഖദീജ വഫാത്തായി റളിയല്ലാഹു അൻഹ, അതുപോലെ അബൂ താലിബ് എന്നവര് വഫാത്തായി. ആ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു കൊണ്ടുപോയി പരിശുദ്ധമായ നമസ്കാരം കയ്യിലേക്ക് കൊടുത്തിട്ട് ആ നമസ്കാരത്തിലൂടെ മാനസികമായ ഒറ്റപ്പെടലുകൾ വരുമ്പോ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ നിസ്കരിച്ചാൽ മതി, മാനസികമായ ഉന്മേഷം ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഹുദൈഫത്തുൽ യമാൻ തങ്ങൾ പറഞ്ഞത്, നബി തങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും 2 റക്അത്ത് നിസ്കരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ പ്രയാസങ്ങൾ മാറും. തൻഈമിലെ ഹുബൈബ് ബിൻ അദിയുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിക്കൊല്ലാനുള്ള ശ്രമം നടക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് മാനസികമായ സംഘർഷത്തിന്റെ പെരുമഴയായിരുന്നു. കാരണം എന്താ? കള്ളത്തരത്തിലൂടെ, ചതിയിലൂടെ നബിതങ്ങളുടെ സമീപത്ത് നിന്ന് അൻസാരിയായ മദീനക്കാരനായ ഹുബൈബ് എന്ന് പറയുന്ന സഹാബിയെ അവിടെ നിന്ന് ചതിയിലൂടെ അടർത്തി മാറ്റി കൊണ്ടുവന്ന് തൻഈമിൽ വെച്ച് കൊല്ലുമ്പോ അള്ളാന്റെ മുക്തത അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു സങ്കടപ്പെടുമ്പോ ഹുബൈബ് തങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത്, എന്റെ റസൂലിന്റെ സങ്കട സമയങ്ങളിൽ എന്റെ പ്രവാചകൻ ചെയ്യുന്ന പ്രക്രിയ ഞാനും ചെയ്യാം. ആ ഘട്ടത്തിലാണ് അവസാനമായി 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത്.
ആ നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് മാനസികമായ ഒരു കരുത്ത് നേടിയിട്ടാണ് കഴുമരത്തിലേക്ക് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ എല്ലാ അനാഥത്വവും ഒരുപോലെ ഏറ്റെടുത്ത ലോകത്ത് ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അനാഥത്വം എന്താണ് എന്ന് നന്നായിട്ട് അറിയുന്ന ആളാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ഒരു അനാഥ മകന്റെ യതീമായ മകന്റെ തലയിലൊന്ന് തടകിയാൽ അവന്റെ ശിരസിൽ മുളച്ചു നിൽക്കുന്ന രോമകൂപങ്ങളുടെ എണ്ണം അനുസരിച്ച് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങൾക്ക് അത്രയും വലിയ പ്രതിഫലം അല്ലാഹു തരുന്നു എന്ന് മാത്രമല്ല, എന്ന് മുസബ്ബിഹ വിരലും വുസ്ത എന്ന മധ്യവിരലും അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഞാനും അതുപോലെ യതീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ് എന്ന് രണ്ടുപേരുടെ ചൂണ്ടിപ്പിടിച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് സ്വർഗത്തിൽ ഞാനും അനാഥനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണെന്ന് പഠിപ്പിച്ചെങ്കിൽ ഒരു അനാഥനെ അവഗണിക്കപ്പെടുന്നതിന്റെ ഹൃദയത്തിന്റെ നീട്ടല് ഏറ്റവും നല്ല ഉചിതമായ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിട്ടാണ് അനാഥനെ സംരക്ഷിക്കുന്നതിന്റെ മാഹാത്മ്യത്തെ ലോകത്തോട് വിളിച്ചു പറയുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ോട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത്. അതുകൊണ്ടാണ് ഒരു അനാഥന്റെ സ്വത്ത് ഒരാള് തിന്നാൽ, മോഷ്ടിച്ച് തിന്നാൽ, കള്ളു കുടിച്ചാൽ, പലിശ വാങ്ങിയാൽ, ഇതൊന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനില് പറയുമ്പോൾ കഠിനമായ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. യതീമായ ഒരാളുടെ ധനം തിന്നുന്നവൻ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അവന്റെ പള്ളയിൽ തീയാണ് നിറയ്ക്കുന്നത് എന്ന് പറഞ്ഞ ഇത്രയും വലിയ ഗൗരവം അത് കള്ളു കുടിക്കുന്നതിൽ പറഞ്ഞില്ല, പലിശ തിന്നുന്നതിൽ പറഞ്ഞില്ല. അനാഥന്റെ മുതല് കഴിക്കുന്നതിന്റെ ഭീകരമായ ശിക്ഷ വിശദീകരിച്ചപ്പോ പറഞ്ഞത് അവന്റെ വയറ്റിൽ തീയാണ് നിറയ്ക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഗൗരവമുണ്ട്. അത് യതീംഖാന നടത്തുന്നവരും പഠിക്കണം. ഞാനത് എന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമായ ഒരു പ്രസംഗമാണ് യതീംഖാനകളുടെ പേരിൽ നടക്കുന്ന പിരിവിനെ പറ്റി ഞാൻ പ്രസംഗിച്ചത്. ഒരുപാട് പേര് വിളിച്ചു, നിങ്ങളത് പിൻവലിക്കണം. ഞാൻ പറഞ്ഞു പിൻവലിക്കില്ല. ഞാൻ പറഞ്ഞത് ഖുർആനാണ്. യതീംഖാനകൾ എന്ന് പറഞ്ഞ് നടത്തുന്ന പല സ്ഥാപനങ്ങളിലും യതീമക്കളില്ല. ഉമ്മ എവിടാന്ന് ചോദിച്ചാൽ മലപ്പുറത്ത് പേരെടുക്കാൻ പോയിരിക്കുന്നു, വാപ്പ എവിടെന്ന് ചോദിച്ചാൽ ഗൾഫിലാണ്, ആ കുട്ടിയും യതീമാണ്. ഞാനൊരു 1000 രൂപ യതീമിന് കൊടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അങ്ങനെ ഒരാൾക്ക് ഞാൻ 1000 രൂപ കൊടുത്തു. ആ 1000 രൂപ കൊണ്ടുപോയി യതീംഖാന നടത്തുന്ന ഒരാള് യതീം അല്ലാത്ത കുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടി കഴിക്കുന്നത് തീയാണ്, ആ കുട്ടിയുടെ പള്ളയിൽ തീയാണ്. ഇത് ഖുർആൻ സ്പഷ്ടമായി നെസ്സായി വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് യതീംഖാനകൾ നടത്തുന്നവർ വളരെ കരുതലുണ്ടാകണം. യതീമീങ്ങളുടെ പൈസ ഒരിക്കലും കമ്മീഷൻ വ്യവസ്ഥയിൽ പോലും കൊടുക്കരുത്. അവർക്ക് ശമ്പളം വേറെ കൊടുക്കണമല്ലാതെ 100 രൂപ പിരിച്ചാൽ 40 രൂപ ഈ പിരിക്കുന്നവരെന്നുള്ള തത്വം മാറ്റണം. അത് കോളേജുകൾക്കായിക്കോട്ടെ, യതീംഖാനകൾക്ക് അങ്ങനെ നടത്തരുത് എന്ന് ഖുർആനിനെ അടിവരയിട്ടുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ നയം പറഞ്ഞപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അതൊരു യതീംഖാന നടത്തുന്നവർക്ക് മാത്രം ബാധകമല്ല. നമ്മുടെ ജ്യേഷ്ഠൻ മരിച്ചു, ഇപ്പൊ ജ്യേഷ്ഠന്റെ മക്കൾ നമ്മളുടെ സംരക്ഷണയിലാണ്. ജ്യേഷ്ഠൻ 2 മുറി കടയുണ്ട്. ആ 2 മുറി കടയിലെ വരുമാനം ആ മകന്, ജ്യേഷ്ഠന്റെ അനാഥനായ മകന് കൊടുക്കണമെന്നുള്ളതാണല്ലോ, അത് അവന് കഴിക്കേണ്ടതാണല്ലോ. അതിൽ നിന്ന് ഈ അനുജന്റെ മക്കൾക്ക് കൂടി എടുത്ത് കഴിക്കുന്നത് പള്ളയിൽ തീ നിറയ്ക്കലാണ്. അനാഥന്റെ സ്വത്ത് എടുക്കുന്നതിന് വളരെ ഗൗരവമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇവിടെ നിങ്ങൾ നോക്കൂ, അനാഥനോടുള്ള അവഗണന നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവന്റെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് നടത്തുന്ന ഏതൊരു പ്രക്രിയ നടത്തുന്ന മുസ്ലിം ആണെങ്കിലും വിശുദ്ധ ഖുർആൻ പറയുന്നു, അവൻ വ്യാജനാണ്, അവൻ യഥാർത്ഥ മുസ്ലിം അല്ല, അവന് വ്യാജ മുസ്ലിമാണ്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു വ്യാജ മുസ്ലിമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞത് അനാഥനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തീരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അനാഥനുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് ബാധകമല്ല. കാരണം നമ്മുടെ കുടുംബത്തിൽ നിലവിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ല. സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ് കൊടുക്കട്ടെ. വലിയ സങ്കടമാ സഹോദരങ്ങളെ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിനും 5 ദിവസം മുമ്പ്, നിങ്ങൾക്ക് ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും, കുവൈറ്റിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് വളരെ 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 കഠിനമായ ദാരിദ്ര്യത്തിൽ
ആ ദാരിദ്ര്യാവസ്ഥയിലാണ് ഞാൻ പഠിക്കാൻ ഇറങ്ങുന്നത്. ആ സമയത്ത് ഒരു കിതാബ് വാങ്ങാനുള്ള സാമ്പത്തികം എന്റെ കയ്യിലില്ല, എന്റെ ഉമ്മയുടെ കയ്യിലില്ല, വാപ്പാടെ കയ്യിലില്ല. എല്ലാ കിതാബും തന്ന് പഠിച്ച മുഴുവൻ കിതാബുകളും എനിക്ക് നൽകി എന്നെ പഠിപ്പിച്ചത് ഒരു ഹാഷിം ബാക്കവി എന്ന പേരുള്ള ഒരു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എന്റെ ഉമ്മയുടെ സഹോദരന്റെ മകനാണ്. അദ്ദേഹം 3 പെൺമക്കളാണ്. ആ 3 പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു. കുവൈറ്റിലാണ് വർഷങ്ങളായി പ്രവാസിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ മരണപ്പെടുന്നു. ആ ഭാര്യയാകട്ടെ ഒരു നല്ല പണ്ഡിതന്റെ മകളുമാണ്. അങ്ങനെ രണ്ടാമത് അദ്ദേഹം കല്യാണം കഴിച്ചു. 3 മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് അദ്ദേഹം ഒരു കല്യാണം കഴിക്കുന്നു. ആ കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരിയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ കല്യാണം കഴിച്ച് എല്ലാം അവസാനിക്കുന്നു. കാരണം 3 മക്കളെയും കെട്ടിച്ചു കൊടുക്കാറുള്ളതൊക്കെ കൊടുത്തു. ഭാര്യ മരിച്ചു. ആ ഭാര്യയുടെ കുടുംബത്തിൽ തന്നെ ആ ഭാര്യയുടെ വാപ്പ തന്നെ പിന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും കുവൈറ്റിലേക്ക് തിരിച്ചു വരുന്നു. വേറെ കൂടുതൽ പണിയൊന്നുമില്ല അദ്ദേഹത്തിന്. ഒരു ബക്കാലയിലോ എന്ന് തോന്നുന്നു അദ്ദേഹം ഒരു കാഷ്യറായിട്ട് ജോലി നോക്കുക. അദ്ദേഹം രാത്രി മുഹറം 10ന്റെ അന്ന് രാവിലെ വിളിച്ചുണർത്തിയിട്ട് നോമ്പ് പിടിക്കാൻ അത്താഴം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നെഞ്ചുവേദന വന്നു. അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ സന്ദർഭത്തിൽ അവർക്ക് അത് സാരമായ രോഗമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ എയർ ആംബുലൻസിൽ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം നെഞ്ചുവേദന കഠിനമായി അദ്ദേഹം മരണപ്പെടുന്നു. ആ മരണപ്പെട്ടു പോയ സഹോദരൻ റൂമിൽ പലരോടും പറഞ്ഞു, നവാസ് മന്നാനി എന്റെ അടിയനാണ്, എന്റെ മാമിയുടെ മോനാണെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ആരെയും ബന്ധപ്പെടാൻ കഴിയാതെ വന്നപ്പോ ഫേസ്ബുക്കിൽ ഞാനും അവര് കണ്ടെത്തിയിട്ട് എന്റെ കൂടെ വരുന്ന ആളിന്റെ നമ്പർ എടുത്തിട്ട് എന്റെ നമ്പർ വാങ്ങി എന്നെ ബന്ധപ്പെട്ടിട്ട് ഈ ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന്. അവസാനം ആ പ്രിയപ്പെട്ട സഹോദരന്റെ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ നമ്മളുമായിട്ടുള്ള ബന്ധമുള്ളത് പോയി കുവൈറ്റിലെ KKMA എന്ന് പറയുന്ന കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ, ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഉള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പ്രവർത്തകർ വലിയ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ ആ മയ്യത്ത് കുവൈറ്റ് എയർവേസിൽ കയറ്റിവിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയുള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അദ്ദേഹം പറഞ്ഞു അത്ര പലരും വിളിച്ചിട്ട് ഒരു 3 മാസം കൂടെ നിന്നാൽ ഇത്രയും നാളിന് ഞാൻ നിന്ന ആ കടയിൽ നിന്ന് എനിക്ക് നല്ലൊരു തുക കിട്ടും. ആ തുക കിട്ടിയാൽ ഇനി എന്റെ 3 മക്കളെ ഞാൻ കെട്ടിച്ചല്ലോ, ഇനി എനിക്ക് പള്ളി അല്ലെങ്കിൽ ഒരു മുഅദ്ദിനായോ ഒരു മുഅല്ലിമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെറിയൊരു ശമ്പളത്തിൽ ജോലി നോക്കിയിട്ട് ഈ നാട്ടിൽ കഴിയണം. ഇനി ഒരു 3 മാസം കൂടെ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാകുമെന്ന് ചിന്തിച്ച സഹോദരൻ ഇന്ന് 2 ആഴ്ചയായി ഖബറിലാണ്. ഇത്രയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം, നമ്മുടെ സഹോദരങ്ങൾ മരിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അനാഥരല്ല, അതുകൊണ്ട് നമുക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതായി അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു വ്യാജ മുസ്ലിമിന്റെ വിശേഷണം. അതേതാണ്? അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവൻ വ്യാജ മുസ്ലിമിന്റെ രണ്ടാമത്തെ ലക്ഷണമാണ്. വ്യാജ മുസ്ലിമിന്റെ രണ്ടാമത്തെ ലക്ഷണം അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാത്തവനെന്നല്ല, കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവൻ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ പദപ്രയോഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കൊടുക്കാൻ എന്റെ കയ്യിലില്ല, പക്ഷെ കൊടുക്കുന്നവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ, അല്ലെങ്കിൽ കൊടുക്കുന്നതിനെ ഒരു പ്രേരണ കൊടുക്കാത്തതെന്തേ? ഇന്ന വീട്ടിലൊരാൾ പട്ടിണിയാണെന്ന് സമ്പന്നനോടെങ്കിലും നീ ഒന്ന് പറയാത്തതെന്തേ? അവിടെയാണ് അജുവ മുന്നോട്ട് വെക്കുന്ന വലിയ ഒരു പ്രമേയം, ജീവകാരുണ്യം. ഒരാള്, ഞാൻ അത്ഭുതപ്പെടുകയാണ്, പ്രവാസ ലോകത്ത് വെച്ച് ഇത്രയും ആയിരക്കണക്കിന് റിയാലുകൾ അല്ലെങ്കിൽ ഇത്രയും ഇന്ത്യൻ ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് ജീവകാരുണ്യ പ്രവർത്തനം ഒരു 10 വർഷത്തിന്റെ ഉള്ളിൽ ഈ പരിമിതമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വലിയ വലിയ പുണ്യമർഹിക്കുന്ന, വലിയ പ്രതിഫലമർഹിക്കുന്ന വലിയ ഇബാദത്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഖുർആൻ പറയുന്നു, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആ കൊടുക്കുന്നതിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രേരിപ്പിക്കുന്നില്ല? ഒരു കാര്യം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഏറ്റവും വലിയ ഈ ദിക്ർ ലോകത്തിന് സമ്മാനിച്ച ദിക്ർ ഒരുപാട് ചൊല്ലണമെന്ന പ്രേരണ കൊടുത്തത് നമുക്കറിയാം. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഒരുപാട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ പോലും മുഹീദ്ദീൻ റാത്തീബ് ഉണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്.
എങ്ങനെയാണ് ദിക്ർ ചൊല്ലേണ്ടത്, എങ്ങനെയാണ് മുറാഖബ, എങ്ങനെയാണ് മുശാഹദ, എങ്ങനെയാണ് ദൈവിക സാമീപ്യം നേടുക എന്ന് ലോകത്തിന് വരച്ചു കാണിച്ചു കൊടുത്ത മുഹയ്യിദ്ദീൻ, ദീനിന്റെ പുനർജീവിപ്പിച്ച ആ ദീനിനെ ഒരു നവോന്മേഷത്തിലേക്ക് കൊണ്ടുവന്ന റൗസുൽ അഅലം മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അദ്ദേഹത്തിന്റെ ബൃഹത്തായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഫത്തസ്തുൽ അഅമാല കുല്ലഹാ, ഞാൻ മുഴുവൻ ഇസ്ലാമിന്റെ അമലുകളെയും ഞാൻ തഫ്തീസ് നടത്തി. തഫ്തീസ് എന്ന് പറഞ്ഞാൽ കീറി മുറിച്ച് ഞാൻ പരിശോധന നടത്തി. പക്ഷേ ഭക്ഷണം കൊടുക്കുന്നതിനോളം പുണ്യം കിട്ടുന്ന ഒന്നുപോലും ഇസ്ലാമിന് വേറെ ഇല്ല. ആരായി പറയുന്നത്? എന്താണ് ദിക്ർ എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വേണമെങ്കിൽ പറയാമായിരുന്നു, ഏറ്റവും വലിയ ഞാൻ കണ്ടെത്തിയ ഇബാദത്ത് ദിക്ർ ചൊല്ലലാണ് എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ ദിക്റിന്റെ മജ്‌ലിസാണെന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ മുറാഖബ ഇരിക്കലാണ്, മുശാഹദ ഇരിക്കലാണ്, അല്ലെങ്കിൽ അൻഫാസിയായ ദിക്ർ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ശ്വാസം വലിച്ചു കയറ്റുമ്പോ അല്ലാഹ്, ശ്വാസം വിടുമ്പോ അല്ലാഹ്, വീണ്ടും ശ്വാസം വലിക്കുമ്പോ അല്ലാഹ്, ഓട്ടോമാറ്റിക്കായി പിന്നെ ശ്വാസോച്ഛ്വാസം ദിക്റായി മാറുന്ന സൂഫിയാക്കളുടെ ലോകത്ത് പരാമർശിക്കപ്പെടുന്ന അൻഫാസിയായ ദിക്റിനെ പറ്റി പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞത് ഭക്ഷണം കൊടുക്കുന്നതിനോളം പുണ്യമുള്ളത് ഇസ്ലാമിൽ ഞാൻ അങ്ങ് കണ്ടിട്ടില്ല. ഇത് റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഖുർആൻ പറയുന്നു, വ്യാജ മുസ്ലിമിന്റെ രണ്ടാമത്തെ അടയാളം വല യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പ്രേരിപ്പിക്കാത്തവനാണ്. അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാത്തതിനെ പ്രേരിപ്പിക്കാത്തവരാണ്. നമ്മൾ മനസ്സിലാക്കണം, എത്ര വലിയ പാവം ചെയ്താലും ഒരാള്, നമുക്കറിയാലോ, ഞാൻ വേറൊരു അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങൾ ആ ഒരു സുനാമി ഉണ്ടായി, കേരളം വല്ലാതെ വിറങ്ങലിച്ചു. ഇപ്പോഴൊന്നുമല്ല, ഏകദേശം 2006-2007 സമയത്താണ് തോന്നുന്നു. ഞാനന്ന് കരുനാഗപ്പള്ളിയിൽ പഠിക്കാൻ, എല്ലാം നശിച്ചുപോയി. പല ജമാഅത്ത് ഇസ്ലാമിക്കാര്, അതുപോലെ തന്നെ കുറെ സംഘടനാ പ്രവർത്തകര് ക്ഷേത്രങ്ങൾ കഴുകാൻ പോയതെന്നൊരു വലിയ വാർത്തയായിരുന്നു. ക്ഷേത്രങ്ങളൊക്കെ പിന്നെ ചെളി പിടിച്ചു. കുലുക്കമില്ലാതിരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, മാതാ അമൃതാനന്ദമയുടെ മഠമാണ്. അവര് നടത്തുന്ന ജീവകാരുണ്യം, ഭക്ഷണം കൊടുക്കും. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അതിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും അല്ല. ഞാൻ പറയുന്നത് അവർക്ക് ഇവിടെ മാത്രമേ ഇതിന്റെ പ്രതിഫലമുള്ളൂ, ഇവിടെ മാത്രമേ അവർക്കുള്ളൂ, ഇതാണ് അവരുടെ സ്വർഗം. നാളെ പരലോകത്ത് നേരെ തിരിച്ചാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഇത്രയും വലിയ ഒരു സുരക്ഷിതത്വം കിട്ടിയതിന്റെ പിന്നിൽ അവർ കൊടുക്കുന്ന സാമ്പത്തിക സഹായമാണ്, അവർ കാണിച്ച ജീവകാരുണ്യമാണ്. യൂസുഫ് അലി സാഹിബ് മുകളിൽ താഴേക്ക് പതിക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കുറച്ചങ്ങോട്ട് യാത്ര തിരിച്ചപ്പോ അഹമ്മദാബാദിൽ കത്തിയമർന്നത് 240-ലധികം ജീവനുകളാണ്. അതേപോലെ മുകളിൽ നിന്ന് ഈ പിന്നെ KV ലൈനിൽ തട്ടിയിട്ട് അത് തട്ടാതെ മുട്ടിമുട്ടാതെ നേരെ വന്ന് ചെളിക്കുളത്തിൽ വീണത് യൂസുഫ് അലിയുടെ ആ പിന്നെ ഹെലികോപ്റ്റർ എന്തുകൊണ്ടൊരു അപകടം പറ്റി? അദ്ദേഹം പറഞ്ഞു, ഞാൻ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് എന്നെ സംരക്ഷിച്ചത് എന്ന്. നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഷ്കാത്ത് പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹദീസുണ്ട്. നാളെ പരലോകത്ത് സ്വർഗാവകാശികൾ ഇങ്ങനെ നരകാവകാശികൾ ഇങ്ങനെ നിരത്തി നിർത്തപ്പെടുകയാണ്. അവരെ യുസഫു അഹ്ലുല്ല, അവര് സഫ് കെട്ടി നിൽക്കുകയാണ്. അതിനിടയിലൂടെ സ്വർഗാവകാശികളെ ഇങ്ങനെ വലിച്ചുകൊണ്ട് മലക്കുകൾ കൊണ്ട് ആനയിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോ നരകാവകാശികളിൽപ്പെട്ട ഒരാള് സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ കയറി പിടിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അയാൾ തിരിഞ്ഞു നോക്കും. അപ്പൊ ഈ നരകാവകാശി ചോദിക്കും, അമ്മ തഅരിഫുനി, എന്നെ അറിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സ്വർഗാവകാശി ചോദിക്കുന്നു, മന്നംസ, നീ ആരാണ്? അവൻ പറഞ്ഞു, അനല്ലദീ സഖൈതുക മഅ, ഞാനാണ് നിനക്ക് ഒരു ചായ വാങ്ങി തന്നത്, ഓർമ്മയില്ലേ? നിനക്കൊരു ഗ്ലാസ് വെള്ളം തന്നത് ഞാനാണ്, ദുനിയാവിൽ വെച്ച് മറന്നുപോയോ നീ എന്നെ? നിന്നെ, നീ എനിക്കൊരു ചായ വാങ്ങി തന്നു, അല്ലെങ്കിൽ നീ എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നവനാണ്. അപ്പൊ ഈ നരകാവകാശി നരകത്തിൽ പോകാൻ രജിസ്റ്റർ ചെയ്ത് അതിന്റെ ഷീറ്റ് വാങ്ങി മലക്കിന്റെ ഭീകരമായ ആ ഒരു എടുത്തെറിയൽ സംഭവിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് സ്വർഗാവകാശിയോട് പറയുന്നു, ഞാൻ നിനക്ക് വെള്ളം തന്നല്ലോ, അതുകൊണ്ട് നീ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് പറയോ?
പറയുന്നു, ഭൂമിയിൽ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ആ നരകാവകാശിയുടെ പേര് അതിൽ നിന്ന് വെട്ടിയിട്ട് സ്വർഗാവകാശികളുടെ ലിസ്റ്റിൽ ചേർത്ത് അയാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത, സത്യത്തിന്റെ വാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലും കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കൂടം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ വലിയ പുണ്യമാണ്. അതുകൊണ്ട് നമുക്ക് കഴിയുന്നതൊക്കെ എന്ത് പ്രയാസം വന്നാലും ഞാൻ അനുഭവസ്ഥരാണ് ആ വിഷയങ്ങളിലൊക്കെ. എന്തെങ്കിലും മനസ്സിനൊരു വിഷമം വന്നാൽ നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഇന്ത്യൻ മണി ഉണ്ടാവൂലേ, വീട്ടിൽ ഭാര്യയുടെ കയ്യിൽ ഉണ്ടാവൂലേ, അയക്കുന്നതിൽ ഏതെങ്കിലും ഒരാൾക്ക് ഉച്ചക്കുള്ളൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറയാ. ആ പ്രയാസം അല്ലാഹു മാറ്റിത്തരും. അതിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. ആ ഭക്ഷണം കൊടുക്കുന്നത് അത്രയും വലിയ പുണ്യമാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് പറഞ്ഞത്, വ്യാജ മുസ്ലിമിന്റെ രണ്ടാമത്തെ ലക്ഷണം വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ. ഒരിക്കലും അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ അതിനോട് ചേർന്ന് നിൽക്കാതെ അതിനെ തകർക്കാനും അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനും അതിനെ നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ചാൽ അവനാണ് വ്യാജ മുസ്ലിം എന്ന് പഠിപ്പിച്ചിട്ട് അള്ളാഹു ഒരു വലിയ പൊതു തത്വം മുന്നോട്ട് വെക്കുക. നരകമാർക്കാൻ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, നരകമാർക്കാൻ നിസ്കാരമില്ലാത്തവനാണ് നരകം. അല്ല, അവന് മാത്രമല്ല, الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫവൈലൻ, സർവനാശം. മുഫസ്സിരീങ്ങൾ അവരുടെ പേജുകൾ ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫവൈലൻ, നരകം അല്ലെങ്കിൽ സർവനാശം. വൈലെന്ന നരകമാണ് അവിടെ ഉദ്ദേശമെങ്കിൽ അല്ലാഹു അഅലം ബിമുറാദിഹി, അവനെ അറിയുള്ളൂ. ഈ വൈലെന്ന നരകമാണ് അവിടെ ഉദ്ദേശമെങ്കിൽ വൈലെന്ന നരകം അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടുന്നു. ആ തീ സഹിക്കാൻ പറ്റാതെ, ആ പ്രോപ്പർട്ടി, ആ സ്ഥലം, പ്ലേസ്, ആ തീയുടെ ചൂട് സഹിക്കാൻ കഴിയാതെ ആ നരകത്തിന്റെ ആ തറ അതുപോലും അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ എങ്ങനെയെങ്കിലും തീ ഒന്ന് കുറച്ചതായെന്ന് ആ പ്ലേസ് പോലും അള്ളാഹുവോട് കാവൽ ചോദിക്കുന്ന ഭീകരമായ നരകം. അത് ആർക്കാ? നിസ്കാരക്കാരനാണ്. അത് നിസ്കാരക്കാരനാണ് കൊടുക്കുന്നത്. ഏത് നിസ്കാരക്കാരൻ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. അവന് തോന്നുമ്പോഴുള്ള നിസ്കാരം, അവന് പറ്റുമ്പോഴുള്ള നമസ്കാരം, ആ പറ്റുമ്പോഴും തോന്നുമ്പോഴും അവൻ ഇഷ്ടം വരുമ്പോഴുമുള്ള നമസ്കാരം നടത്തുന്ന, നമസ്കാരത്തിൽ അശ്രദ്ധയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന വൈലെന്ന നരകം അല്ലെങ്കിൽ സർവനാശമാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ വീണ്ടും അള്ളാഹു പറഞ്ഞു, അല്ലദീന ഹും യുറാഊൻ. ഇനി അവൻ ശ്രദ്ധയോടെ കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കുന്നുണ്ടാകാം, പക്ഷെ യുറാഊൻ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, അവൻ ജനങ്ങളെ കാണാത്ത സമയത്ത് അവൻ സാഹൂനാണ്, അശ്രദ്ധനാണ്. ആരും ഇല്ലെങ്കിൽ അവൻ സാഹൂനാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ യുറാഊനാണ്. അതാണ് എന്റെ അർത്ഥം. നമസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്തു, ആരുമില്ല, മുതലാളിയില്ല, കൂടെയുള്ള ജോലിക്കാരില്ല, അല്ലെങ്കിൽ വേറെ ആരുമില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാങ്കിന്റെ സമയം വരുമ്പോ കമ്മിറ്റിക്കാരുമില്ല, പള്ളിയുമല്ല, വീട്ടിലാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ഭാര്യമാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭർത്താവില്ല, മക്കളില്ല, ബാങ്ക് വെക്കുന്നുണ്ട്, നിസ്കരിച്ചാലും ഇല്ലെങ്കിലും ആരെ കാണാനില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആരുമില്ലാത്തപ്പോൾ അവന്റെ നമസ്കാരം സാഹൂനാണ്, ആരെങ്കിലും വന്നാലോ യുറാഊനാണ്. എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തപ്പോ അശ്രദ്ധമായി ഒന്നെങ്കിൽ നിസ്കരിക്കില്ല, ഇല്ലെങ്കിൽ തോന്നുമ്പോ നിസ്കരിക്കും. ഇനി അഥവാ നിസ്കരിച്ചാൽ തന്നെ അശ്രദ്ധമായിട്ട് കാട്ടിക്കൂട്ടുന്ന നമസ്കാരക്കാരൻ. അല്ലദീന. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിലോ അവനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിസ്കാരം, പ്രകടനപരത. അവനാണ് വൈലെന്ന നരകവും സർവനാശവും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു. അവന് മാത്രമല്ല, ഖുർആനിന്റെ ഗൗരവം, ഖുർആനിന്റെ വാക്കുകളുടെ ഗൗരവം നമ്മൾ പഠിക്കണം. പരോപകാര സാധനങ്ങൾ തടയുന്നവരും നരകമുണ്ട്. നിസ്കാരം അശ്രദ്ധമായി നിസ്കരിക്കുന്നവനെയും ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവനെയും അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് തൊട്ടുടനെ പറയുന്നു, ഒരു ബക്കറ്റ് കൊടുക്കാത്തവൻ, ഒരു തൊട്ടി കൊടുക്കാത്തവൻ,
ഒരു പേന ഓഫീസിലാണ് നിൽക്കുന്നത്, ഒരു സൈൻ ചെയ്ത് കൊടുത്താൽ അവൻ എന്തെങ്കിലും ആനുകൂല്യം കിട്ടും, അല്ലെങ്കിൽ അവന് നാട്ടിലേക്ക് പോകാൻ അവന്റെ പേപ്പർ ശരിയാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സൈൻ ചെയ്യണം. നമ്മുടെ കയ്യിൽ പേനയുണ്ട്, ഒന്ന് ചോദിച്ചു പേന ഖുർആനാണ്. ഇതില് ബഹുമാനപ്പെട്ട സയ്യിദ് ഇരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഉസ്താദ് മഴയുടെ സതീർത്ഥ്യന്, വലിയ വലിയ പണ്ഡിതന്മാരിരിപ്പുണ്ട്. അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ തിരുത്തും. വിശുദ്ധ ഖുർആൻ നസ്സായി പറഞ്ഞ കാര്യമാണ്. തഫ്സീറിനെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവനും ആളുകളെ കാണിക്കാൻ നിസ്കരിക്കുന്നവനും പ്രതിഫലം കിട്ടില്ല, അവന് നാശം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതോട് ചേർത്ത് പറഞ്ഞു ഒന്ന് പേന ഒന്നിങ്ങോട്ട് തരൂ, ഒന്ന് ഒപ്പിട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോ ആ ഒപ്പൊന്നിടാൻ വേണ്ടിയിട്ട് പേന കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നവർ നരകമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതിന്റെ തഫ്സീറുകളിൽ കാണാം, സൂചി, ഒരു ബട്ടൺസ്, ഒരു സ്പൂണ്, എന്തെങ്കിലും അത്യാവശ്യമായ ചില കാര്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോ അത് കൊടുക്കാതിരിക്കുന്നവർ നരകമാണെന്ന് നൈരന്തര്യം നമ്മൾ ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഊൻ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്, സംവദിക്കുകയാണ്. പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാങ്ങാൻ എല്ലാവർക്കും കഴിയും, കൊടുക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. കൊടുക്കാനുള്ള മനസ്സ് അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്കേ കൊടുക്കുള്ളൂ. വാങ്ങുന്നത് എല്ലാവർക്കും കിട്ടും. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, ഒരു വലിയ മഹാനായ ഇമാം പറയുന്നത്, നൂഹ് നബിക്ക് കൊടുത്തത് ആർക്കും വേണ്ട, ഇബ്രാഹിം നബിക്ക് കൊടുത്തത് ആർക്കും വേണ്ട, മൂസാ നബിക്ക് കൊടുത്തത് ആർക്കും വേണ്ട, ഈസാ നബിക്ക് കൊടുത്തത് ആർക്കും വേണ്ട അലൈഹിമുസ്സലാത്തു വസ്സലാം. പക്ഷെ ഇവരുടെ ശത്രുക്കളായ നമ്രൂദിന് കൊടുത്തത് എല്ലാവർക്കും വേണം, ഫിർഔന് കൊടുത്തത് എല്ലാവർക്കും വേണം, ഖാറൂന് കൊടുത്തത് എല്ലാവർക്കും വേണം. അതേതാ? ഖാറൂനും നമ്രൂദിനും ഫിർഔനും കിട്ടിയത് സമ്പത്താണ്. മൂസാ പ്രവാചകനും ഇബ്രാഹിം നബിക്കും അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിനും കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആത്മസംസ്കരണവും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റുന്ന മാനുഷികമായ ഇടപെടലുകൾ അവർക്ക് നഷ്ടമാവുന്നു. അതവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് 3 കാര്യങ്ങളാണ്. ഞാൻ ഇതിനോട് ചേർത്ത് പറയുന്നു, നിങ്ങൾ കരുതരുത്. എന്താ? ഒന്ന് മനുഷ്യാവകാശം. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് മഹാനായ മൂസാ നബി പ്രഖ്യാപിച്ചത് ഒന്ന് ജീവകാരുണ്യം, പിന്നെ മനുഷ്യാവകാശമാണ്. ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കണം, അവരുടെ മനുഷ്യരാണ്, അവരുടെ അവകാശം വേണം എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് അവർക്ക് നേടിക്കൊടുത്തത് എന്താണെന്നറിയോ? ആത്മസംസ്കരണമാണ്. അള്ളാഹുവിനെ പറ്റിയാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. യാത്രയിലുടനീളം അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞ മഞ്ഞ് സൽവ അടക്കമുള്ള ഈ പരിശുദ്ധമായ ഖുർആൻ പരാമർശിച്ച കാര്യങ്ങൾ അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിക്കാനും കുടിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ജീവകാരുണ്യവും മനുഷ്യാവകാശവും ആത്മസംസ്കരണവുമാണ് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഗർജിച്ചത്. ഈ തന്നല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ കൊട്ടാരത്തിലും പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പറഞ്ഞത് തന്നല്ലേ? അതുകൊണ്ടാണ് ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസം ഏതാണ്? മുഹറം. ഈ മുഹറം മാസത്തിലെ നമ്മളുള്ളത് വർഷത്തിന്റെ തുടക്കമാണ്. ഒരു വർഷത്തിന്റെ ഒടുക്കത്തെ മാസം ഏതാണ്? ദുൽഹിജ്ജ. 12 മാസം മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. മുഹറമിൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന 12 മാസങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു രസകരമായ ഒരു കാര്യം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. തുടക്കം മുഹറം, ഒടുക്കം ദുൽഹിജ്ജ. മുഹറം ആരെ ഓർക്കാൻ? മൂസാ നബി ഓർക്കാൻ. ദുൽഹിജ്ജ ആരെ ഓർക്കാൻ? ഇബ്രാഹിം നബി ഓർക്കാൻ. മൂസാ നബിയും ഇബ്രാഹിം നബിയും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടുപേരും പ്രബോധനവുമായി കടന്നു എന്നത് കൊട്ടാരത്തിലേക്കാണ്. ഈ 2 പേരും പോകുമ്പോ 2 പേരും അഭിമുഖീകരിച്ചത് കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ പീഡനങ്ങളായിരുന്നു. ഒന്ന് നമ്രൂദ്, മറ്റൊന്ന് ഫിർഔൻ. ഈ 2 പേരുമാകട്ടെ അവർ സാധാരണ ചക്രവർത്തിമാരല്ല. 2 പേരും ഉലൂഹിയത്ത് അവകാശപ്പെട്ട് ഞങ്ങളാണ് ദൈവം എന്ന് പറഞ്ഞവരാണ്. ഉമീത്തെന്ന് നമ്രൂദ് പറഞ്ഞു, ഞാൻ ജീവിപ്പിക്കും മരിപ്പിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ അടിവാരത്തൊഴുകുന്ന നൈലും യൂഫ്രട്ടീസും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ നദിയും അതുപോലെ ചെങ്കടലും എന്റെ ഇംഗിതമനുസരിച്ചാണ് ഒഴുകുന്നത് എന്ന് ഫിർഔനും പറഞ്ഞു.
ഫിർഔനും പറഞ്ഞു എന്റെ അടിയിലാണ് നദികൾ ഒഴുകുന്നത് എന്ന് പറഞ്ഞു. ഈ രണ്ടു പേരെയും വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വെള്ളിയാഴ്ചകളുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ കേൾക്കും. എന്താണ്? വലാഖിറതു ഖൈറും വഅബ്ഖാ ഇന്ന ഹാദാ ലബിസ്സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകൻ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം 136 പ്രാവശ്യം. രണ്ടാമത് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ പ്രവാചകൻ 69 പ്രാവശ്യം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ മൂസാ പ്രവാചകനും ഇബ്രാഹിം നബിയുടെയും പ്രവർത്തനം എന്തായിരുന്നു? അവരുടെ പ്രവർത്തനം 1 മനുഷ്യാവകാശം, 2 ആത്മസംസ്കരണം, 3 അവരുടെ ജീവകാരുണ്യം. ഇതായിരുന്നു അവരുടെ പ്രവർത്തനം. മറുഭാഗത്ത് നിന്ന് ഫിർഔനും നമ്രൂദുമാകട്ടെ മനുഷ്യാവകാശ ധ്വംസകരായിരുന്നു, ജീവകാരുണ്യത്തിന് തടസ്സം നിന്നവരായിരുന്നു. അതുപോലെ ഒരു മനുഷ്യനെ ആത്മീയമായ സരണിയിലേക്ക് കാലെടുത്തു വെക്കുന്നതിന് വിഘാതം നിന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫവൈലുൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂന അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. വീട്ടിൽ നിസ്കാരം നിർവഹിക്കാത്തവനും നാട്ടിൽ നിസ്കരിക്കാത്തവനും മാത്രമല്ല നരകമല്ല കൊടുക്കുക. ഏതെങ്കിലും കാരണവശാൽ പരോപകാര സാധനങ്ങൾ ചോദിക്കുമ്പോൾ തടസ്സം നിൽക്കുന്നവനും അള്ളാഹു കൊടുക്കുന്നത് നരകമാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധമായ ഈ സംഗമത്തിൽ നിന്ന് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതിജ്ഞ എടുക്കണം. ആ പ്രതിജ്ഞ മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ നൽകുന്നവരാണ്. ഒരുപാടൊന്നും വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും ഒരു വലിയ പ്രതീകമായിരുന്ന സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആയിഷ ബീവിയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ആയിഷ ബീവിയുടെ മടിയിൽ കിടക്കുമ്പോഴാണ് വഹി വന്നിട്ടുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബിതങ്ങളും ഒരു പാത്രത്തിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. ആയിഷ ബീവിക്ക് മറ്റു ഭാര്യമാർക്കില്ലാത്ത 10 പ്രത്യേകതകൾ ആയിഷ ബീവി റളിയല്ലാഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. വേറെ ഭാര്യമാർക്കില്ലാത്ത 10 പ്രത്യേകത ആയിഷ ബീവിക്ക് മാത്രമുള്ളതിൽ ഒന്നാണ് ആയിഷ ബീവിയുടെ വിരിപ്പിൽ അഷ്റഫുകൾക്ക് കിടക്കുമ്പോൾ വഹി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ രണ്ടുപേരും കുളിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മനീരും മുത്തു റസൂലിന്റെ ഉമ്മനീരും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് ഏക കന്യകയായ ഭാര്യ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഘട്ടങ്ങളിൽ ആയിഷ ബീവിക്ക് നിസ്കാരമില്ലാത്ത സമയങ്ങളാണെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സുജൂദിലേക്ക് റസൂൽ വരുമ്പോ ഞാൻ കാല് വലിച്ചു കൊടുക്കും, സുജൂദ് ചെയ്യും. സുജൂദിൽ നിന്ന് റസൂലുള്ള തല ഉയർത്തുമ്പോ ഞാൻ കാല് നീട്ടി വെക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ചെറിയ വീട്ടിനകത്ത് ഒരാളെ കിടക്കുമ്പോ വേറൊരാൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സൗകര്യമില്ലാത്ത ചെറിയ ചെറ്റക്കൂട. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത്രയും വലിയ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടുമ്പോ എന്തെങ്കിലും കഴിക്കാൻ ഇല്ല റസൂൽ എന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ നോമ്പ് പിടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും വീട് പട്ടിണിയാകുമ്പോ നോമ്പ് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംതൃപ്തിയിലാക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഒരു അവസരത്തിൽ പറഞ്ഞത്, നിനക്ക് സ്വർഗം വേണോ ആയിഷ? നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ ആയിഷ? നീ എന്റെ ഭാര്യയാണ്, നീ എന്റെ പ്രിയപ്പെട്ടവളാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഇത്തത്തിന്നാറ വലോ ബിശിക്കി തംറ. എന്തിനാ അങ്ങനെ ഒരു അതിർവരമ്പ് വെച്ചത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, നിനക്ക് ഇത്തത്തിന്നാർ, നീ നരകത്തെ സൂക്ഷിക്കണം. എന്റെ കൈ പിടിച്ചു വരാമെന്ന വ്യാമോഹം നിനക്ക് വേണ്ട. ഗൗരവം മനസ്സിലാക്കണം. എനിക്ക് നിന്നെ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സകുടുംബ സമേതം സ്വർഗത്തിൽ പോകാം. പക്ഷേ നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ ചെയ്യേണ്ടത് ഇത്തക്കിന്നാർ, നീ നരകത്തെ സൂക്ഷിക്കണം. വലോ ബിശിഖ്ഖി തംറ, ഒരു കാരയ്ക്ക് കൊടുക്കാൻ നിന്റെ ഇല്ലെന്ന് എനിക്കറിയാം. പണ്ടാരോ തമാശയ്ക്ക് പറഞ്ഞ പോലെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ ഈത്തപ്പഴം അത്ര വരുന്നത് ഇപ്പോഴത്തെ അങ്ങനെയല്ല. ഇതേ ഈത്തപ്പഴം തന്നെ ആകണം അന്നത്തെ ഈത്തപ്പഴം. ഒരു ഈത്തപ്പഴം നിനക്ക് കൊടുക്കാറില്ലെങ്കിൽ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് റസൂലെ? ഒരു ബിശിഖ്ഖി തംറ, അതിനെ പീസാക്ക്, അതിനെ പീസാക്ക്. നീ അതിനെ പാട്ടാക്കിയിട്ട് കീറിയിട്ട് അതിന്റെ ഒരു കീറൽ നീ കൊടുത്തിട്ടാണെങ്കിലും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാടൊന്നും വാരി കൊടുക്കണമെന്നില്ല.
നമുക്ക് തീരെ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഖുർആൻ അവിടെയും പറയുന്നു, ദാർശനികനായ ഡയോജനസ് നടന്നു വരുന്ന വഴിയിൽ അദ്ദേഹം നോക്കുമ്പോ രണ്ട് കൈയിലും ഭിക്ഷാപാത്രം പിടിച്ചിട്ട് ചേർത്ത് പിടിച്ചിട്ട് മുന്നിലേക്ക് നീട്ടുന്ന കവിള് കൊട്ടി കണ്ണു കുഴിഞ്ഞ് എല്ലുന്തി നിൽക്കുന്ന ഒരു പട്ടിണി പേക്കോലം. അയാൾ ഇങ്ങനെ കൈനീട്ടുകയാണ് ഡയോജനസിന്റെ നേരെ. അടിവാരത്ത് കളകളാരവം മുഴക്കിയിട്ട് കൊച്ച് പുഴ ഒഴുകുന്നുണ്ട്. പാലത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ഭിക്ഷക്കാരൻ അയാളുടെ മുമ്പിൽ അയാൾ നീട്ടുന്ന ആ ഭിക്ഷാപാത്രത്തിൽ ഇട്ടുകൊടുക്കാൻ ഡയോജനസിന്റെ കയ്യിൽ ഒന്നുമില്ല. അയാൾ ഇങ്ങനെ തപ്പി തടങ്ങിയിട്ട് പറഞ്ഞു, ഒന്നുമില്ലല്ലോ സഹോദര, ഞാൻ എന്താ ചെയ്യാ? അയാൾ ചാടി എഴുന്നേറ്റ് ഭിക്ഷാപാത്രം അടിയിൽ ഒഴുകിയ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരൊറ്റയേറാൻ. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ യാചിക്കില്ല, ഒരു പുരുഷായുസ് ജീവിക്കാനുള്ള സമ്പത്ത് എനിക്ക് കിട്ടി. ദാർശനികനാണ് ഡയോജനസ്. ചോദിച്ചു, അല്ല ഞാൻ നിനക്കൊന്നും തന്നില്ലല്ലോ. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് തരണം? നിങ്ങൾ എന്നെ വിളിച്ചല്ലോ സഹോദര എന്ന്. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ പ്ലസ് ഉദരം സമം സഹോദരൻ. അങ്ങനെയാണ് സഹോദരൻ എന്ന് പറഞ്ഞാൽ. ഇതെന്റെ സഹോദരനാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ ഉമ്മയുടെ ഉദരത്തിൽ സഹവസിച്ചവനാണ് എന്ന കൂടെ പുറപ്പെടുന്ന മലയാളത്തിൽ വാക്ക്. സഹോദരൻ സഹ പ്ലസ് ഉദരം സമം സഹോദരൻ. സഹോദരി എന്ന് പറഞ്ഞാൽ സഹ പ്ലസ് ഉദരം സഹോദരി എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മയുടെ ഉദരത്തിൽ സഹവസിച്ചവൻ. ആ രീതിയിൽ നിങ്ങൾ എന്നെ ചേർത്ത് നിർത്തിയല്ലോ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്നത് ഒരു പുരുഷായുസ് ജീവിക്കാനുള്ള സ്വത്താണെന്ന് പറഞ്ഞിട്ട് ഭിക്ഷാടനം അവസാനിപ്പിച്ച ആ ദാർശനികന്റെ മുമ്പിൽ നിന്ന് പ്രതിജ്ഞയെടുത്ത ഭിക്ഷാക്കാരന്റെ ആ ഭിക്ഷാപാത്രത്തിൽ ഒന്നും കൊടുത്തില്ല, മറിച്ച് ചേർത്ത് നിർത്തിയിട്ട് സഹോദര എന്നൊരു വിളി. ആ ഒരു വിളിയാണ് അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പ്രവാസ ലോകത്താണ്. ഇവിടെ ആ വീടും നാടും മക്കളും ഭാര്യയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ ഉപേക്ഷിച്ച് അവരൊക്കെ ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കടൽ കടന്ന് ഇവിടെ എത്തുമ്പോൾ പറ്റിയ ജോലിയൊന്നും കിട്ടിയില്ല. നമുക്ക് ഒന്നും ചെയ്യണ്ട, നിയമമനുസരിച്ച് നമുക്ക് അവരെ കൂടെ പാർപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല എന്ന് വന്നേക്കാം. പലപ്പോഴും ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിയമം വെച്ചിട്ടുണ്ട്, നീ ഒരു കള്ളുകുടിയനെ കാണുമ്പോ സുജൂദ് ചെയ്യണം, അത് അവന്റെ മുമ്പിൽ ചെയ്യണം. എന്തിന്? വിശ്വാസിയായി അവൻ എന്നെ കാണുമ്പോ ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു, ഞാൻ അത്രയും മോശപ്പെട്ടവനാണോ? അവന് തോന്നണം അവൻ മോശപ്പെട്ടവനാണ്. അങ്ങനെ സുജൂദ് സുന്നത്താക്കി ശുക്രിന്റെ സുജൂദ്. അപ്പോഴും ഇസ്ലാം പഠിപ്പിച്ചത് അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ നിന്റെ ശാരീരികമായ അവശതകൾ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഇടങ്ങേറുണ്ടാവുമെങ്കിൽ അവന്റെ മുമ്പ് ചെയ്യരുത്, അവൻ പോയിട്ട് നിറവ് ചെയ്താൽ മതി. മനുഷ്യന്റെ ജീവിതത്തിന് വലിയ സുരക്ഷിതത്വം നൽകുന്നുണ്ട് ഇസ്ലാം. കാരണം എന്താ? നിങ്ങളിപ്പോ ഒരാൾ ജോലിയില്ലാതെ നിൽക്കുന്ന ജിദ്ദയുടെ തെരുവിലൂടെ നടക്കുന്ന പാവപ്പെട്ടവരെ വിളിച്ച് റൂമിൽ കിടത്തിയാൽ നിങ്ങൾക്ക് പിന്നെ സൗദി കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലായി പോകും. അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നല്ല, ഒന്നിനും പറ്റുന്നില്ല. അയാളെ കാണുമ്പോ സഹോദര എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങളെ എന്ത് ചെയ്യാനാണ്? നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, അള്ളാഹു സഹായിക്കും എന്നൊരു വാക്ക് പറയുമ്പോ അത് മതി അവന്. അതാണ് ഖുർആൻ പറഞ്ഞത്. ഒരു ഡയോജനസിന്റെ വാക്ക് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ സ്വതക്കയേക്കാൾ ശ്രേഷ്ഠമാണ് ചിലപ്പോ ഖൗലുൻ മഅറൂഫ്, നല്ലൊരു വാക്ക്. ആ ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും അവന് നീതി വാങ്ങിക്കൊടുക്കാൻ, ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും അവനോട് ജീവകാരുണ്യത്തിന്റെ മന്ത്രബോധാൻ, ഒരു നല്ല വാക്ക് കൊണ്ടെങ്കിലും അവന് ആത്മസംസ്കരണം പകർന്നു കൊടുക്കാൻ, ഒരു അറിവ് പകർന്നു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ ഒരു സാധ്യതയാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ മഹത്തായ അജ്വ എന്ന അൽ-അൻവാർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ പ്രിയപ്പെട്ടവരെ ഒരു ഭാഗത്ത് ആത്മസംസ്കരണവും അതിന്റെ മറുഭാഗത്ത് ജീവകാരുണ്യ പ്രവർത്തനവും, അത് രണ്ടിനും പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ അത് രണ്ടിനും പ്രാധാന്യം കൊടുക്കുന്ന ആത്മസംസ്കരണം എന്ന മർമ്മപ്രധാനവും ഏറ്റവും ബേസായ ആ ഒരു മതവും ആ ഒരു ദീനും നമ്മുടെ പരിശുദ്ധമായ അജ്വ എന്ന ഈ കൂട്ടായ്മയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ പരിശുദ്ധമായ ഈ ഒരു കൂട്ടം നമ്മൾ ഇവിടെ കൂടുമ്പോ സന്തോഷമാണ്, അതിലേറെ നമുക്ക് അഭിമാനമാണ്, ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇങ്ങനെ കൂടുന്നതിന് കാരണക്കാരൻ ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദാൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം സമ്പൂർണമായി ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം അന്ന് പറഞ്ഞപ്പോ
മുസ്ലിം പണ്ഡിതന്മാർ പോലും പലരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ചിലർ പറയും നിങ്ങൾ എന്തിനാ മിണ്ടുന്ന. എനിക്ക് ഓർമ്മയുണ്ട് ഹജ്ജിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഡീസ് തങ്ങൾ ഈ വേദിയിൽ വെച്ച് പറഞ്ഞത്, അന്ന് ഞാൻ മഴതനിയോട് പറഞ്ഞിരുന്നു, മഴതനി പലതും കേട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോടും പറയാൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പലതും വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. മമ്മൂട്ടി ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന നടനാണ്. അയാൾ ഇന്ന് വരെ മതത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ സ്റ്റേജിലോ പേജിലോ പറഞ്ഞായിട്ട് നിങ്ങൾ അറിയോ? ഇല്ല. മമ്മൂട്ടി മുഹമ്മദ് കുട്ടി ആയതുകൊണ്ട് തന്നെ ഇന്ന് പലരുടെയും കണ്ണിലെ കരടാണ്. അതുപോലെ തന്നെ പല ആളുകളും അവർ മുസ്ലിം അല്ലെങ്കിൽ പോലും സത്യത്തിന് വേണ്ടിയിട്ട് സംവദിക്കുമ്പോ അവരൊക്കെ എപ്പോഴും പ്രതിക്കൂട്ടിലാണ്. മൈദനി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടിട്ടുള്ള ജബൽപൂരും ബഗൽപൂരും അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ചില നാട്ടിൽ ജോലിക്ക് പോയവർ കഴിഞ്ഞാൽ ആ സ്ഥലമുണ്ട് എന്നും എന്താണ് ഈ ജബൽപൂരും ബഗൽപൂരും എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവിടെയൊക്കെ ആ പണ്ടപ്പുറം നടന്ന കലാപങ്ങളെ പറ്റി പ്രസംഗിക്കുമ്പോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വിലായത്തിന്റെ പദവിയിൽ നിന്നുകൊണ്ട് ഒരു സൂചന കൊടുത്തിട്ട് പോയി എല്ലാം അവസാനിക്കുമ്പോഴും ബഹുമാനപ്പെട്ട മൈദനി ഉസ്താദ് ഒരു പുരുഷായുസ് 63 വർഷക്കാലം കൊണ്ട് ഒരു പുരുഷൻ, അതാണ് പുരുഷായുസ് എന്നാണ് 63 വർഷം. ആ പുരുഷായുസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ഞാൻ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കും. ഇവിടെ നേരത്തെ പറഞ്ഞു നിമിഷപ്രിയ ആ കൊലപാതകം നടത്തുമ്പോ 100 പീസാക്കി, യമനിയെ 100 പീസാക്കി. ആ 100 പീസിനെയും പറ്റി ഖുർആൻ പറയുന്നത് ആ 100 പീസ് ഞാൻ പുനർജീവിപ്പിക്കും. അള്ളാഹു അതൊക്കെ നിഷ്പ്രയാസമായി. അപ്പോ ഞാൻ പുനർജീവിപ്പിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മൈദനി ഉസ്താദ് നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതും അദ്ദേഹം ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും മാത്രമല്ല അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുക, അതിന്റെ കാൽപ്പാടുകൾ, അതിന്റെ പിന്നിൽ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ, അത് കണ്ടിട്ടല്ലെങ്കിൽ അത് കേട്ടിട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെയും ഒരു കൂലി. ഇപ്പൊ മൈദനി ഉസ്താദിന് ഏറ്റവും വലിയ വിഷമം റസൂലുള്ളാഹിയെ പറ്റി പ്രസംഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇവിടെ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോ, അജ്മയുടെ സ്വലാത്ത് ചെല്ലുമ്പോ, അല്ലെ ഇങ്ങനെ ഇപ്പൊ ഈ കൂടുമ്പോ അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുക്കുന്നത് ഇവിടെ വന്ന് സംവദിച്ച അതേ കൂലിയാണ്. ഇനി ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളൊക്കെ എല്ലാവരും മരിക്കും, മരിക്കാതെ ആരും ഇരിക്കൂല. അങ്ങനെ മരണപ്പെട്ടു പോയാലും ഇത് എത്ര നാള് നിലനിൽക്കുന്നുണ്ടോ അതിന്റെ പ്രതിഫലം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ മജ്‌ലിസുൻ നൂർ തുടങ്ങി വെച്ച് നമുക്കറിയാലോ, അദ്ദേഹം മരണപ്പെട്ടു പോയി. എല്ലാവർക്കും മജ്‌ലിസുൻ നൂറുണ്ട്. ആ മജ്‌ലിസുൻ നൂർ അതിന്റെ പ്രതിഫലം അദ്ദേഹത്തിന്റെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ബഹുമാനപ്പെട്ട മൈദനി ഉസ്താദ് ഇതിന്റെ പ്രതിഫലം ഈ ദുനിയാവിലും കിട്ടും, നാളെ പരലോകത്തും കിട്ടും. ആസാറാണ് ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തിട്ട് ഈ വക കാര്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി, സംഘടനകൾക്ക് അതീതമായി ചേർന്ന് നിൽക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ചേർന്ന് നിന്നിട്ട് ആ നല്ല കാര്യങ്ങളോടൊപ്പം ചേർന്ന് നമുക്ക് ഒരു നല്ല ഒരു സ്തുതികീർത്തനങ്ങൾ നമ്മൾ മരിക്കുമ്പോ അവൻ അങ്ങനെയായിരുന്നു എന്ന് പറയത്തക്കവണ്ണം നമുക്ക് മഹാസിനമൗത്താക്കും. നിങ്ങൾ മരിച്ച ഒരാളിന്റെ നന്മകൾ പറയണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഒരാൾ മരിച്ചാൽ ഉടനെ സ്റ്റേജ് കെട്ടിയിട്ട് പ്രസംഗം നടത്താനുള്ള ഒരു പ്രേരകമായ ഹദീസ് അല്ല. മഹാസിനമൗത്താക്കും, നിങ്ങളുടെ മരിച്ചവരുടെ നന്മകൾ നിങ്ങൾ പറയണമെന്ന് പറയുന്നത് അനുശോചന യോഗം വെക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്ന ഒരു പ്രേരണ കൂടിയാണ്. എങ്കിലേ മറ്റുള്ളവർക്ക് നല്ലത് പറയാൻ കാണൂ. അതുകൊണ്ട് നല്ലത് ചെയ്യുക, ആ നന്മ ചെയ്ത് ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുക. എന്നിട്ട് പീഡനങ്ങൾ അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദുആയിൽ ഇടം നൽകുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യവാനായ അല്ലാഹു, പിന്നെ സർവലോക സംരക്ഷകനായ പടച്ചതമ്പുരാൻ, മലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ഉദ്ഘാടന പ്രസംഗം
ഹനഫി മദ്ഹബ് അനുസരിച്ചാണ് ഈ തർത്തീബ് മാറ്റി വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് തങ്ങൾ അവരുടെ ഉദ്ഘാടന പ്രസംഗവും തുടർന്ന് ദുആയും ഇനി നടക്കാനുണ്ട്. പിന്നെ അധ്യക്ഷൻ നിശ്ചയിക്കുന്ന കാര്യങ്ങളും നടക്കാനുണ്ട്. ഏതായിരുന്നാലും കാണാൻ പറ്റിയതിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറ്റിയതിലും അൽഹംദുലില്ലാഹ് ഒന്നുകൂടി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദ്വാരക്കുക. എല്ലാ വേദിയിലും ദ്വാരക്കാരുണ്ട് പ്രവാസികൾക്ക് വേണ്ടി. കാരണം പള്ളി വെക്കുന്നെങ്കിലും നിങ്ങൾ വേണം, നാട്ടിലെ പെണ്ണിനെ കെട്ടിക്കുന്നെങ്കിലും നിങ്ങൾ വേണം, എല്ലാത്തിനും പ്രവാസികൾ വേണം. 1 ലക്ഷം രൂപ ദിവസ വരുമാനമുള്ളവനും 1 ലക്ഷം രൂപ 10 മാസം വരുമാനമുള്ളവനും 10 മാസത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. എന്റെ ഒരു സഹോദരന്റെ മകൻ ദുബായിൽ, അവന് മാസം നാട്ടിലെ 12,000 ശമ്പളമുണ്ട് ഇപ്പോഴും. അപ്പൊ അവനും പ്രവാസിയാൻ, ദിവസം 1 ലക്ഷം രൂപ വരുമാനമുള്ളവൻ പ്രവാസിയാൻ. അപ്പോ പ്രവാസ ലോകം എന്നത് ഒരു പ്രയാസം തന്നെയാണ്, ഒരു ഹിജറ തന്നെയാണ്. ഞാൻ പറഞ്ഞിടത്തേക്ക് മടങ്ങിയെത്തുകയാണ്. നിങ്ങളുടെ മാനസിക സംഘർഷവും ഉറക്കമുളച്ചിലും, നിങ്ങൾക്ക് മാസ അവസാനം ഫീസ് അടയ്ക്കാൻ ഭാര്യ വിളിക്കുമ്പോ, കറന്റ് ബില്ലടയ്ക്കാൻ ഭാര്യ വിളിക്കുമ്പോ നിങ്ങൾ ആരിൽ നിന്നും മറിക്കട്ടെ എന്ന ഒരു ചിന്തയ്ക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നോമ്പിനും നിസ്കാരത്തിന് ഹജ്ജിനും പൊറുക്കപ്പെടാത്ത പാപം പൊറുക്കലിന്റെ കഫാറത്താണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.